എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഓഗസ്റ്റ് 2 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു ഇനീഷ്യേറ്റീവ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ന്യൂ ഡയറക്ടർ ഓഫ് CMFRI. CMFRIയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കൊച്ചിയിലാണ് വരുന്നത്. അതിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഗ്രിൻസൺ ജോർജ് ആണ്. അപ്പോൾ CMFRIയുടെ പുതിയ ഡയറക്ടർ ഗ്രിൻസൺ ജോർജ്. CMFRIയുടെ പൂർണ്ണരൂപം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചിയാണ് അതിൻ്റെ ആസ്ഥാനം. നെക്സ്റ്റ്, എ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ബൈ എറണാകുളം പബ്ലിക് ലൈബ്രറി ഇൻ കൊളാബറേഷൻ വിത്ത് ജനറൽ ഹോസ്പിറ്റൽ ടു പ്രൊവൈഡ് ബുക്സ് ടു പേഷ്യൻസ് ആൻഡ് ദെയർ കമ്പാനിയൻസ്. അതായത് എറണാകുളം പബ്ലിക് ലൈബ്രറിയും അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലും ചേർന്ന് ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനും കമ്പാനിയൻസിനും ബുക്ക് റീഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്. അതിൻ്റെ പേര് ബുക്ക് സ്റ്റാൻഡർ അനദർ ബൈസ്റ്റാൻഡർ ഫോർ ലൂമിനസ് ലൈഫ്. ഇതാണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര്, ബുക്ക് സ്റ്റാൻഡർ അനദർ ബൈസ്റ്റാൻഡർ ഫോർ ലൂമിനസ് ലൈഫ്. ആരൊക്കെ ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്? എറണാകുളം പബ്ലിക് ലൈബ്രറിയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലും ചേർന്ന്. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഓൺ സത്ലജ് റിവർ ലൊക്കേറ്റഡ് ഇൻ ഹിമാചൽ പ്രദേശ്. അതായത് ഹിമാചൽ പ്രദേശിൽ സത്ലജ് റിവറിൽ ബിൽറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഏതാണ്? ആൻസർ നാത്പ ജാക്രി ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. ഏകദേശം 1500 മെഗാവാട്ടാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ കപ്പാസിറ്റി. ഇതിപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ വരാൻ കാരണം ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്ന ക്ലൗഡ് ബേസ്റ്റ്, അതിൻ്റെ ഫോളോയിങ് ആയിട്ടുണ്ടായ ഫ്ലഡ്, അതൊക്കെ കാരണമാണ് ഈ ഒരു പ്രോജക്റ്റ് ന്യൂസിൽ വരുന്നത്. അപ്പം നാത്പ ജാക്രി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്, സത്ലജ് റിവറിലാണ് ഇത് വരുന്നത്. 1500 മെഗാവാട്ടാണ് അതിൻ്റെ കപ്പാസിറ്റി. അത് സത്ലജ് റിവറിലുള്ള ലാർജസ്റ്റ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് കൂടിയാണ് എന്ന് ഓർക്കാം. നെക്സ്റ്റ്, വിയറ്റ്നാമീസ് പ്രൈം മിനിസ്റ്റർ റീസെൻ്റ്ലി വിസിറ്റഡ് ഇന്ത്യ. ഇന്ത്യ അടുത്തിടെ സന്ദർശിച്ച വിയറ്റ്നാമീസ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ഫാം മിൻ ചിൻ ആണ് വിയറ്റ്നാമീസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ അടുത്തിടെ സന്ദർശിച്ചത്. നെക്സ്റ്റ്, മൊബൈൽ ആപ്പ് ലോഞ്ച്ഡ് ബൈ യൂണിയൻ മിനിസ്റ്ററി ഓഫ് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ടു മോണിറ്റർ ദ ഡെയിലി പ്രൈസസ് ഓഫ് 38 കമ്മോഡിറ്റീസ്. അതായത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് അടുത്തിടെ ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? 38 കമ്മോഡിറ്റീസിൻ്റെ ഡെയിലി പ്രൈസസ്, ദിവസേനയുള്ള വില മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തത്. ആപ്പിൻ്റെ പേര് വരുന്നത് പ്രൈസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ്. ഇത് മുൻപ് ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, പക്ഷേ 22 കമ്മോഡിറ്റീസിനെയാണ് അന്ന് മോണിറ്റർ ചെയ്തിരുന്നത്. ഇപ്പം അത് മാറ്റി അത് നിലനിൽക്കുന്നതിനോടൊപ്പം ഒരു മൊബൈൽ ആപ്പും കൂടി ലോഞ്ച് ചെയ്ത ഈ സിസ്റ്റത്തിൽ. അതിൻ്റെ കൂടെ കമ്മോഡിറ്റീസിൻ്റെ എണ്ണം 22-ൽ നിന്ന് 38 ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പം അതാണ് ന്യൂസിൽ വരാൻ കാരണം. പ്രൈസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 38 കമ്മോഡിറ്റീസിൻ്റെ ഡെയിലി പ്രൈസ് മോണിറ്റർ ചെയ്യാൻ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് കൊണ്ടുവന്നത് കേരള സംഗീത നാടക അക്കാദമിയാണ്. അതായത് കേരളത്തിലെ സംഗീത നാടക അല്ലെങ്കിൽ അങ്ങനെ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ഡാറ്റാ ബാങ്ക് ആണത്. അപ്പോൾ അതിൽ ആർട്ടിസ്റ്റുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതൊരു കമ്മിറ്റി എൻക്വയറി നടത്തി അതിൽ അപ്രൂവൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റാ ബാങ്ക്, ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് കേരളത്തിലാണ്. കേരള സംഗീത നാടക അക്കാദമിയാണ് അത് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ സർവീസസ് ഓഫ് ആർമി. ആർമി മെഡിക്കൽ സർവീസസിൻ്റെ പുതിയ DG അഥവാ ഡയറക്ടർ ജനറൽ ഒരു ലേഡിയാണ്, ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. അതാണ് പുതിയ DG ഓഫ് മെഡിക്കൽ സർവീസസ് ഓഫ് ആർമി, ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. ഈ ഒരു വിമൻ മറ്റ് പല പോസ്റ്റുകളിലും നിയമിതയായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വിമൻ ടു ബി അപ്പോയിൻറ്റഡ് ടു ദിസ് പൊസിഷൻ. അതായത് മെഡിക്കൽ സർവീസ് ഓഫ് ആർമിയുടെ DG ആയിട്ട് ആദ്യമായി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് സാധന സക്സേന നായർ. പിന്നെ
ഫസ്റ്റ് വിമൻ ടു ഹോൾഡ് ദ പോസ്റ്റ് ഓഫ് DG ഹോസ്പിറ്റൽ സർവീസസ് ആർമഡ് ഫോഴ്സ്. അതായത് ആർമഡ് ഫോഴ്സിന്റെ ഹോസ്പിറ്റൽ സർവീസസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടും ആദ്യമായി നിയമിതയായ സ്ത്രീയാണ് സാധന സക്സേന നായർ. പിന്നെ ഫസ്റ്റ് വിമൻ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസർ ഓഫ് വെസ്റ്റേൺ എയർ കമാൻഡ് ആൻഡ് ട്രെയിനിങ് കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസർ ഓഫ് വെസ്റ്റേൺ എയർ കമാൻഡ് ആൻഡ് ട്രെയിനിങ്ങും ഈ ഒരു ലേഡി തന്നെയാണ്, സാധന സക്സേന നായർ. അപ്പൊ അത് ഈ പോസ്റ്റുകളിലെല്ലാം ഈ ഒരു മാഡം പോസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം മെഡിക്കൽ സർവീസസ് ഓഫ് ആർമിയുടെ DG ആണ് സാധന സക്സേന നായർ. നെക്സ്റ്റ് അടുത്തത് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് മെഡലുകൾ നമുക്ക് ഇന്ത്യക്ക് നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് മനു ഭാക്കർ എന്ന് പറയുന്ന ഇന്ത്യൻ ഷൂട്ടറാണ്. അപ്പോൾ ആളുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനു ഭാക്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഷൂട്ടർ ഹു വോൺ ബ്രോൺസ് മെഡൽ ഇൻ വിമൻസ് 10 മീറ്റർ എയർ പിസ്റ്റൽ ഇവന്റ് ഇൻ പാരീസ് ഒളിമ്പിക്സ് 2024. അതായത് വിമൻസ് 10 മീറ്റർ എയർ പിസ്റ്റൽ എന്ന് പറഞ്ഞ ഇവന്റിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടറാണ് മനു ഭാക്കർ. പിന്നെ ഇന്ത്യ ഇത്രയും നാൾ പങ്കെടുത്ത ഒളിമ്പിക്സുകളിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ ഷൂട്ടർക്ക് മെഡൽ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫീമെയിൽ ഷൂട്ടർ ഫ്രം ഇന്ത്യ ടു വിൻ എ മെഡൽ അറ്റ് എനി ഒളിമ്പിക്സ്. അതാണ് അടുത്തൊരു പ്രത്യേകത. പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു വിൻ 2 മെഡൽസ് അറ്റ് ആൻ ഒളിമ്പിക്സ്. അതായത് ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ആദ്യത്തെ വനിതയും മനു ഭാക്കറാണ്. മനു ഭാക്കർ വരുന്നത് ഇന്ത്യയിലെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നാണ് മനു ഭാക്കർ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനു ഭാക്കറിനെ കുറിച്ച് ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ഇവന്റ് മനു ഭാക്കർ വിജയിച്ചത് ഏതാണെന്ന് അടുത്ത സ്ലൈഡിലുണ്ട്. 2 പേരുടെ മിക്സഡ് ടീം ഇവന്റിലാണ് അതിൽ മെഡൽ നേടിയത്. ഇന്ത്യൻ ഷൂട്ടേഴ്സ് വോൺ എ ബ്രോൺസ് മെഡൽ ഇൻ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഷൂട്ടിംഗ് ഇവന്റ് അറ്റ് പാരീസ് 2024 ഒളിമ്പിക്സ്. അത് ആരൊക്കെയാണ്? അതായത് 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഷൂട്ടിങ്ങിൽ ബ്രോൺസ് മെഡൽ, വെങ്കല മെഡൽ തന്നെ 2 പേര് ചേർന്ന് നേടി. അത് ആരൊക്കെയാണ്? മനു ഭാക്കറും സരബ്ജോത് സിംഗുമാണ് ഈ 2 പേര്. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് എവർ മെഡൽ ഇൻ ഷൂട്ടിംഗ് ടീം ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതായത് ഒരു ടീം ഇവന്റിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിങ്ങിൽ ഒരു മെഡൽ കിട്ടുന്നത്. ഷൂട്ടിങ്ങിൽ ടീം ഇവന്റിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മെഡലാണ് മനു ഭാക്കറും സരബ്ജോത് സിംഗും കൂടി നേടിത്തന്നത്. അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ ഷൂട്ടർ വോൺ ബ്രോൺസ് മെഡൽ ഇൻ മെൻസ് 50 മീറ്റർ 3 പൊസിഷൻ ഷൂട്ടിംഗ് ഇൻ പാരീസ് ഒളിമ്പിക്സ്. അത് റീസെൻ്റ്ലി നടന്നതാണ്, ഏറ്റവും അവസാനം നടന്നത്. അതായത് മെൻസ് 50 മീറ്റർ 3 പൊസിഷൻ ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടർ സ്വപ്നിൽ കുസാലയാണ് ഈ ഒരു മെഡൽ, വെങ്കല മെഡൽ തന്നെയാണ് കരസ്ഥമാക്കിയ ഇന്ത്യൻ ഷൂട്ടർ. നെക്സ്റ്റ്, ന്യൂ ഹെഡ് കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ ആണ്. നെക്സ്റ്റ്, ദ AI എനേബിൾഡ് ചാറ്റ് ബോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെബി. ഏതാണ്? സെബി എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം അറിയണം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആ ഒരു ഓർഗനൈസേഷൻ AI എനേബിൾഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടിനെ കൊണ്ടുവന്നു. അതിന്റെ പേര് സേവ എന്നാണ്. സേവയുടെ ഫുൾ ഫോം എന്താ? സെബീസ് വെർച്വൽ അസിസ്റ്റന്റ്. സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് ആണ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്ത AI എനേബിൾഡ് ചാറ്റ് ബോട്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.